നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തിരഞ്ഞെടുത്തു. ശബ്ദ വോട്ടോടുകൂടിയാണ് ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുത്തത്. ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുക്കണമെന്ന പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുകയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. പിന്നാലെ NDA സഖ്യകക്ഷികൾ പിന്തുണച്ചു. പ്രതിപക്ഷത്ത് നിന്ന് കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷാണ് മത്സരിച്ചത്. കൊടിക്കുന്നിലിന് തൃണമൂൽ പിന്തുണ നൽകിയപ്പോൾ ഓം ബിർളയ്ക്ക് YSR കോൺഗ്രസ് പിന്തുണ നൽകി. തുടർച്ചയായി രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സുമിത്ര മഹാജന് ശേഷം 2019 ആദ്യമായി ലോക്സഭാ സ്പീക്കറായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്നാണ് പുതിയ സ്പീക്കറെ ചേംബറിലേക്ക് ആനയിച്ചത്. പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓം ബിർളയെ അഭിനന്ദിച്ചു. ഓം ബിർള സ്പീക്കറായത് സഭയുടെ ഭാഗ്യമെന്ന് മോദി പറഞ്ഞു. നവാഗത MPമാർക്ക് ഓം ബിർള പ്രചോദനമാണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. രണ്ടാം തവണ സ്പീക്കറാകുന്ന രണ്ടാമത്തെ ആളാണ് ഓം ബിർള. നേരത്തെ ബൽറാം ജാക്കറാണ് 2 തവണ ലോക്സഭാ സ്പീക്കറായിരുന്നത്. സ്പീക്കറുടെ ചുമതല കഠിനമാണ്. ഇത് ഭംഗിയായി നിർവഹിക്കാനാകും എന്ന് ഓം ബിർള തെളിയിച്ചതാണ്. കഴിഞ്ഞ 5 വർഷത്തെ പോലെ സഭ നയിക്കാനാകട്ടെ എന്നും ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ ജനാധിപത്യം മാതൃകയാകട്ടെ എന്നും മോദി ആശംസിച്ചു.